പ്രിയപ്പെട്ടവരെയും ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളോട് ഔദാര്യം കാണിക്കുന്ന ഒരു രാത്രിയാണിത്. കർത്താവ് ഔദാര്യം കാണിക്കുന്ന ഒരു രാത്രി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുന്ന ഒരു രാത്രിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശാലോം ജാഗരണ പ്രാർത്ഥന ലോകത്തിന് ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി കർത്താവ് ഉയർത്തിയ, കർത്താവ് പേര് നൽകിയ, ഈശോ കാത്തിരിക്കുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ, അനുഗ്രഹത്തിൻ്റെ രാത്രി. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഈ രാത്രിയിൽ കർത്താവ് നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നിന്റെ സ്വരം ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് ഈ രാത്രിയിൽ നിന്നെ ഒന്ന് സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ രാത്രിയിൽ നിന്നെ ഒന്ന് ആലിംഗനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി, സൗഖ്യമായി, ദൈവാനുഗ്രഹമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ കർത്താവ് നിന്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ണുനീർ ഒപ്പാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു രാത്രി. കർത്താവിൻ്റെ മുമ്പിൽ വലിയ ആദരവോടെ നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്കിരിക്കാം. ഈ രാത്രിയിൽ ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കും. അവിടുത്തെ ഔദാര്യം കൊണ്ട്, അവിടുത്തെ കാരുണ്യം കൊണ്ട് നമ്മളെ നിറയ്ക്കും. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനം. അവിടുന്ന് നിന്നോട് ഔദാര്യം കാണിക്കാൻ കാത്തിരിക്കുന്നു. ആരാ? കർത്താവ്. അവിടുന്ന് നിന്നോട് ഔദാര്യം കാണിക്കാൻ കാത്തിരിക്കുന്നു. അവിടുന്ന് നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ തന്നെ ഉയർത്തുന്നു. കർത്താവ് തൻ്റെ കാരുണ്യം പ്രദർശിപ്പിക്കാൻ നമ്മെ തന്നെ ഉയർത്തുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. അതിനെ പറയുകയാണ് യെശയ്യാ 30:18. നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. ഔദാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ യോഗ്യത കൊണ്ടോ, നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ, നമ്മുടെ പുണ്യം കൊണ്ടോ ലഭിക്കുന്നതല്ല, കർത്താവിൻ്റെ ഔദാര്യം. അതിനാൽ ഈ രാത്രിയിൽ കർത്താവ് തൻ്റെ ഔദാര്യം നമ്മളോട് കാണിക്കും. അവിടുത്തെ കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. നമ്മുടെ ദൈവം നീതിയുടെ ദൈവമാണ്. അവിടുത്തെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അതിനാൽ പ്രിയമുള്ളവരെ, വിശ്വസിക്കണം, ഈ രാത്രിയിൽ കർത്താവിൻ്റെ ഔദാര്യം എനിക്കും എൻ്റെ കുടുംബത്തിന് ലഭിക്കും. അവിടുന്ന് കാരുണ്യത്തോടെ നോക്കും. ഈ രാത്രി നോക്കുന്നത് നീതിയോടെയല്ല, കാരുണ്യത്തോടെ നോക്കും, അനുകമ്പയോടെ നോക്കും. അവർ ഗോഡ് ഈസ് ഗോഡ് ഓഫ് കമ്പാഷൻ. അനുകമ്പയുടെ ദൈവം, മനസ്സലിവിൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഭവനങ്ങളിലേക്കൊക്കെ ഒന്ന് ഈശോയെ നമുക്ക് ക്ഷണിക്കാം. കർത്താവിൻ്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളാക്കി നടക്കാം. കർത്താവിന് മുമ്പിൽ ആദരവോടെ നമ്മെ തന്നെ സമർപ്പിച്ച്, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ ഔദാര്യത്തിന് വേണ്ടിയാണ്. എന്നോട് അങ്ങ് ഔദാര്യം തോന്നണമേ. അങ്ങ് പറഞ്ഞല്ലോ, നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു എന്ന്. കർത്താവേ, എന്നോട് അവിടുന്ന് കാരുണ്യം പ്രദർശിപ്പിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കിതാ വേണ്ടത്, കർത്താവിൻ്റെ വലിയ ഔദാര്യം, അവിടുത്തെ കാരുണ്യം. രണ്ട് കരങ്ങൾ നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം സ്വർഗത്തിലേക്ക്. എല്ലാം നൽകുന്നത് സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗത്തിൻ്റെ അതിനാഥനായ ക്രിസ്തു, സ്വർഗത്തിന് അതിനാഥനായ യേശു,
കരങ്ങൾ ഉയർത്തി ഒന്നെല്ലാം മറന്ന് കർത്താവിനെ സ്തുതിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക്, നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ. നിന്റെ സ്വരം കേൾക്കാൻ നിന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ, ഈ രാത്രിയിൽ അവിടുത്തെ ഔദാര്യത്തിന് വേണ്ടി അങ്ങേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ഷണിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ക്ഷണിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നൊമ്പരങ്ങളിലേക്ക് ക്ഷണിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിലേക്ക് ക്ഷണിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങൾക്കായി സ്വർഗം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങൾക്കായി അനുഗ്രഹം വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്കായി അവിടുന്ന് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തോട്, എൻ്റെ കുടുംബത്തോട്, തലമുറയോട് കാരുണ്യം പ്രദർശിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന എൻ്റെ വിടുതലാണേ, ആരാധന എൻ്റെ ആനന്ദമാണേ, ആരാധന എൻ്റെ സൗഖ്യമാണേ, ആരാധന എൻ്റെ സന്തോഷമാണേ, ആരാധന എൻ്റെ വിടുതലാണേ, ആരാധന എൻ്റെ ആനന്ദമാണേ, ആരാധന എൻ്റെ സൗഖ്യമാണേ, ആരാധന എൻ്റെ സന്തോഷമാണേ. കരങ്ങളടിച്ച് ഒത്തിരി സന്തോഷത്തോടെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്കെല്ലാം ക്ഷണിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ അത്ഭുതം സംഭവിക്കണം. ഈ രാത്രിയിൽ വിടുതലുകൾ സംഭവിക്കണം. ഈ രാത്രിയിൽ കുടുംബങ്ങളിൽ മാനസാന്തരങ്ങൾ സംഭവിക്കണം. ഈ രാത്രി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി കരങ്ങൾ ഉയർത്തി വലിയ സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് രക്ഷകനെ ക്ഷണിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. ആരാധിപ്പാൻ യോഗ്യനുണ്ട് യേശു മാത്രം, സ്തുതികൾക്ക് യോഗ്യനുണ്ട് യേശു മാത്രം, പുകഴ്ചയ്ക്ക് യോഗ്യനുണ്ട് യേശു മാത്രം, ബഹുമാനത്തിന് യോഗ്യൻ യേശു മാത്രം. ആരാധിപ്പാൻ യോഗ്യനുണ്ട് യേശു മാത്രം, സ്തുതികൾക്ക് യോഗ്യനുണ്ട് യേശു മാത്രം, പുകഴ്ചയ്ക്ക് യോഗ്യനുണ്ട് യേശു മാത്രം, ബഹുമാനത്തിന് യോഗ്യൻ യേശു മാത്രം. ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ ആനന്ദമാണ്, ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്, ഈ ആരാധന എൻ്റെ സന്തോഷമാണ്, ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ ആനന്ദമാണ്, ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്, ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. സന്തോഷത്തോടെ നമുക്ക് പാടാൻ, വലിയ വിശ്വാസത്തോടെ ഈ രാത്രിയിൽ, അത്ഭുതങ്ങളുടെ രാത്രി, സ്വർഗം തുറക്കപ്പെടുന്ന ഈ രാത്രിയിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ, എന്നെ ചേർത്ത് പിടിക്കാൻ, എന്നെ ആശ്രയിക്കാൻ എൻ്റെ ദൈവം, എൻ്റെ രക്ഷകൻ, എൻ്റെ അപ്പൻ ഇറങ്ങി വരുന്ന രാത്രി ആഹ്ലാദത്തോടെ പാടി ആരാധിക്കാൻ കർത്താവിനെ. മലയാണെങ്കിൽ അത് മാറിപ്പോകും, മരുഭൂമിയാണെങ്കിൽ മന്ന ഒരുക്കും, മതിലാണെങ്കിൽ എരിഹോവായാലും മാറിയിടും നമ്മളാക്കുമ്പോ. മലയാണെങ്കിൽ അത് മാറിപ്പോകും,
സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ, ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ. ഈ ആരാധനയിലാണ് നമ്മുടെ സൗഖ്യമിരിക്കുന്നത്. ദൈവത്തിന്റെ ആരാധനയിലാണ് സന്തോഷമിരിക്കുന്നത്. ദൈവത്തിന്റെ ആരാധനയാണ് വിടുതലിരിക്കുന്നത്. അനുഗ്രഹങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ ആരാധന എല്ലാം മറന്ന് സന്തോഷത്തോടെ പാടി ആരാധിക്കാൻ കർത്താവിനെ. ഭയപ്പെടുവാൻ ഇനി കാര്യമില്ല, ആപത്തു കാലത്തിൽ ആദി വേണ്ട, അർദ്ധരാത്രിയിൽ അടിസ്ഥാനമിളകും, ചങ്ങലകളെല്ലാം അഴിയും. ഭയപ്പെടുവാൻ ഇനി കാര്യമില്ല, ആപത്തു കാലത്തിൽ ആദി വേണ്ട, അർദ്ധരാത്രിയിൽ അടിസ്ഥാനമിളകും, ചങ്ങലകളെല്ലാം അഴിയും. ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ, ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ ദൈവത്തിന് മുമ്പിൽ ആദരവോടെ വലിയ വിശ്വാസത്തോടെ വലിയ പ്രതീക്ഷയോടെ വലിയ പ്രത്യാശയോടെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന രാത്രി, എന്നെ കടാക്ഷിക്കുന്ന രാത്രി, എന്നെ അനുഗ്രഹിക്കുന്ന രാത്രി, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന രാത്രി, ഓ കർത്താവേ, ഓ ദൈവമേ, ഓ യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. അനർത്ഥങ്ങൾ അനവധി വന്നിടിലും, ആപത്തുകൾ വന്ന് ഭവിച്ചിടിലും, നിർണയപ്രകാരം നമ്മെ വിളിച്ച ദൈവം സകലവും നന്മയ്ക്കായി മാറ്റും. അനർത്ഥങ്ങൾ അനവധി വന്നിടിലും, ആപത്തുകൾ വന്നു ഭവിച്ചിടിലും, നിർണയപ്രകാരം നമ്മെ വിളിച്ച ദൈവം സകലവും നന്മയ്ക്കായി മാറ്റും. ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ, ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ, ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ, ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ. ഈശോ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ആരാധിക്കുന്ന കർത്താവേ, പുകഴ്ത്തുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ വിളിക്കുന്നു, അവിടുത്തെ നാമത്തെ, അവിടുത്തെ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഓ ഈശോ, ഓ ഈശോ, ഓ ഈശോ. വിളിക്കാം, എല്ലാ അതിരങ്ങളും വിളിക്കട്ടെ. യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നോട് ഔദാര്യം കാണിക്കാൻ കാത്തിരിക്കുന്നവൻ യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവേ, 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 യേശുവേ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി വിശ്വാസത്തോടെ കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയെ വിളിക്കുന്നു, മക്കൾ അങ്ങയെ ആശ്രയിക്കുന്നു. അവിടുത്തെ ശക്തിയിൽ, അവിടുത്തെ സ്നേഹത്തിൽ, അവിടുത്തെ ഔദാര്യത്തിൽ, അവിടുത്തെ കാരുണ്യത്തിൽ കർത്താവെ ഞാൻ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം. എന്റെ വിടുതലാണേ, പ്രാർത്ഥിക്കാം. ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ, ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ആരാധന, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ. ശാന്തമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ എൻ്റെ കണ്ണുകൾ ഇപ്പോൾ അങ്ങയെ കാണുന്നു. പ്രിയമുള്ളവരെ, ഇത് കർത്താവിനെ കണ്ണുകൾ കൊണ്ട് കാണേണ്ട ഒരു രാത്രിയാണ്, നൈറ്റ് വിജിൽ രാത്രി. കാരണം കാണത്തക്ക രീതിയിൽ ക്രിസ്തു ഇറങ്ങി വരുന്ന ഒരു രാത്രിയാണ്. ശലോമിലേക്ക് വരുന്ന അനേക സാക്ഷി കത്തുകളിൽ നിന്ന് ചില സാക്ഷി കത്തുകൾ, ഒരു കത്തിപ്രകാരം നമുക്ക് വായിക്കാം. റോസമ്മ എന്ന സഹോദരി തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം എഴുതിയിരിക്കുകയാണ്. എൻ്റെ പേര് റോസമ്മ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ഞാൻ പതിവായി നൈറ്റ് വിജിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. 2022 മെയ് മാസത്തെ നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. ഒരാളുടെ കാലിലെ അലർജി സൗഖ്യം കിട്ടിയതിനെപ്പറ്റി ഫോട്ടോ സഹിതം കാണിച്ചിരുന്നു. അപ്പോൾ ഞാനും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ കാലിലും അലർജി രോഗം മൂലം ഞാൻ വേദനിക്കുകയാണ്, പഴുത്തിരിക്കുകയാണ്, വേദനിക്കുകയാണ് കാലങ്ങളായി. കർത്താവേ, നീയും ആ വ്യക്തിയെ സുഖപ്പെടുത്തിയതുപോലെ എന്നെയും സുഖപ്പെടുത്തണമേ. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം മുതൽ എൻ്റെ അലർജി മാറി തുടങ്ങി. ഇപ്പോൾ പൂർണ്ണ സൗഖ്യം നൽകി ഈശോ എന്നെ സുഖപ്പെടുത്തി സൗഖ്യം നൽകിയ കർത്താവിന് കോടാനുകോടി നന്ദി. കരങ്ങളടിച്ച് ദൈവത്തിന് പറയാം. കരങ്ങളടിച്ച് പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു അലർജി സുഖപ്പെടുത്തുക കർത്താവിനെ സംബന്ധിച്ച് വളരെ നിസ്സാരമായ കാര്യമാണിത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ വായിച്ചു കേട്ട ഒരു കത്ത്, ആ കത്ത് വായിച്ചപ്പോഴേക്കും, അത് കേട്ടപ്പോഴേക്കും ആ വ്യക്തിയുടെ വിശ്വാസം വളർന്നു. പ്രാർത്ഥിച്ചു, ആ വ്യക്തിയെ സുഖപ്പെടുത്തി കർത്താവേ, നീ എന്നെയും സുഖപ്പെടുത്തണമെന്ന്. ഇപ്പോൾ ഈ കത്ത് നിങ്ങൾ വായിച്ചു കേട്ടു. ഇപ്പോൾ അനേകർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ഇതോടൊപ്പം സമാനമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ആ യേശുവിൻ്റെ നാമത്തിൽ അവരെല്ലാം കർത്താവ് ഈ രാത്രി സുഖപ്പെടുത്തും. നമുക്ക് ഇത് പക്ഷം ഒന്ന് കണ്ടുകളടച്ച് ഏതെങ്കിലും രീതിയിലുള്ള അലർജിയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, നമുക്കൊരു ചില അലർജിക്ക് വൈദ്യശാസ്ത്രത്തിൽ മരുന്നില്ല. അലർജി എന്ന് പറഞ്ഞാൽ കാലിലെ പഴുപ്പ് മാത്രമല്ല, മറ്റു പല അലർജിയുമുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, നിരന്തരമുള്ള ജലദോഷമുണ്ട്, തലവേദനകളുണ്ട്. അലർജി മൂലം വേദനിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ട്. നമുക്ക് ഈ രാത്രി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന് അലർജി മൂലം വേദനിക്കുന്ന ശാലോൻ ടിവിയുടെ മുമ്പിലിരിക്കുന്ന ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന സകല വ്യക്തികളെയും ഈ രാത്രിയിൽ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുരടയ്ക്കാം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് യേശുനാഥ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രണ്ട് വ്യക്തികളെയും സുഖപ്പെടുത്തിയത് നീയാണ്. കർത്താവെ, ഈ രണ്ട് വ്യക്തികളെയും അലർജിയിൽ നിന്ന് അവിടുന്ന് സുഖപ്പെടുത്തിയെന്ന് അവർ സാക്ഷ്യം പറയുകയാണ്. ഞങ്ങളത് വിശ്വസിച്ച് കർത്താവെ, സൗഖ്യം ഞങ്ങൾ സ്വന്തമാക്കുന്നു. എൻ്റെ കർത്താവെ, ഞങ്ങൾ അനേക വർഷമായി അലർജി മൂലം ക്ലേശിക്കുന്ന വ്യക്തിയാണ്. നിരന്തരമുള്ള ജലദോഷം, നിരന്തരമുള്ള തുമ്മലുകൾ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, കർത്താവെ, അലർജി മൂലം ഒത്തിരി വേദനിക്കുന്നുണ്ട്. കർത്താവെ, ആ രോഗപീഠകളിലേക്ക് ഇപ്പോൾ ഈ രാത്രിയിൽ അങ്ങയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. അവരെ അവരെ സൗഖ്യപ്പെടുത്തി അവിടുന്ന് ഈ രാത്രിയിൽ എന്നെയും സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവായ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവായ യേശു നാമത്തിൽ സർവ്വ അലർജി രോഗികളും ഈ രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. രോഗപീഠകളോട് യേശു നാമത്തിൽ വിട്ടുപോകാൻ ശാസിക്കുന്നു, കൽപ്പിക്കുന്നു. യേശു നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അലർജി രോഗികളും ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു എന്നും മതിയായവൻ എൻ്റെ രോഗത്തിന്, യേശു എന്നും മതിയായവൻ എൻ്റെ ശാപത്തിന്, യേശു എന്നും മതിയായവൻ എൻ്റെ രോഗത്തിന്, യേശു എന്നും മതിയായവൻ എൻ്റെ ശാപത്തിന്. ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ ആനന്ദമാണ്, ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്, ഈ ആരാധന എൻ്റെ സന്തോഷമാണ്, ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ ആനന്ദമാണ്, ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്, ഈ ആരാധന എൻ്റെ സന്തോഷമാണ്, ഈ ആരാധന എൻ്റെ സന്തോഷമാണ്, ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്,